നിങ്ങളുടെ വീട്ടിൽ പേരൻസിന് ആർക്കെങ്കിലും ഡയബറ്റിക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രിസ്ക്രിപ്ഷനകത്ത് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. മിക്കപ്പോഴും പ്രിസ്ക്രിപ്ഷൻ്റെ കൂടെ മെറ്റ്ഫോർമിൻ്റെ കൂടെ ഒരു മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ്സും കൂടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തിനാണ് ഈ മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ്സ് ഈ ഷുഗർ പേഷ്യൻസിന് കൊടുക്കുന്നത് അറിയാമോ? എന്നാൽ മെറ്റ്ഫോർമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ വൈറ്റമിൻ B12 അബ്സോർപ്ഷൻ ഇത് കുറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ നാൾ മെറ്റ്ഫോർമിൻ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവാം, അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര അനീമിക് ആവാം, തല ചുറ്റുന്ന പോലെ തോന്നാം, ഭയങ്കരമായിട്ടൊരു ടയേർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് ആദ്യമേ തോന്നാത്തത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ ബോഡിയിൽ കുറേ വൈറ്റമിൻ B12 നമ്മുടെ ലിവർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യൽ ഫേസിൽ നമുക്ക് ആ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവാത്തത് കൊണ്ടാണ് നമുക്ക് മെറ്റ്ഫോർമിൻ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നാത്തത്. പക്ഷേ കുറേ നാൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു ജനറലൈസ്ഡ് ടയേർഡ്നെസ്സും അനീമിക് ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മെറ്റ്ഫോർമിൻ കഴിക്കുന്നവരാണ് നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ കൂടെ ഒരു വൈറ്റമിൻ B12 എന്ന് പറയുന്ന ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്ത് നോക്കുക. അതിൽ വൈറ്റമിൻ B12 കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ B12 സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതാണ്.